തൃപ്പരുന്തുറ പഞ്ചായത്തിലെ ചെറുകോൽ മാവിലേത്തുമുക്ക് ചാലക്ഷേത്രം റോഡിന്റെ നവീകരണം വൈകുന്നതിൽ ജനരോഷം രൂക്ഷമാകുന്നു. മഴക്കാലത്ത് ഇവിടെ യാത്രാ ദുരിതം ഇരട്ടിയായിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷത്തിലേറെയായി തകർന്നു കിടക്കുന്ന ചെന്നിത്തല തൃപ്പരന്തുറ ഗ്രാമപഞ്ചായത്തിലെ ചെറുകോൽ മാവിലേത്തുമുക്ക് ചാല മഹാദേവ ക്ഷേത്രം റോഡിന്റെ പുനർനിർമ്മാണം വൈകുന്നത് ഇതുവഴിയുള്ള യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാക്കുന്നു. 4 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന ചെറുകോൽ ശാസ്താംപടി റോഡിലെ ചാല മഹാദേവ ക്ഷേത്രം മുതൽ പടിഞ്ഞാറേക്ക് ശാസ്താംപടി വരെയുള്ള ഭാഗം 1 വർഷം മുൻപ് പുനർനിർമ്മാണം നടത്തിയിരുന്നു. ചാല മഹാദേവ ക്ഷേത്രം മുതൽ കിഴക്കോട്ട് ചെറുകോൽ മാവിലേത്ത് ജംഗ്ഷൻ വരെയുള്ള 2 കിലോമീറ്റർ ഭാഗം ഏറെ ദുർഘടാവസ്ഥയിലാണ്. SNDP 141 നമ്പർ പുത്തൻ കോട്ടയ്ക്കകം ശാഖാ ഗുരുക്ഷേത്രം, സെന്റ് പീറ്റേഴ്സ് മർത്തോമ പള്ളി, ചെറുകോൽ ശാസ്താക്ഷേത്രം, ചാല മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കുള്ള ഈ പ്രധാന റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയാകുന്നു. റോഡിലെ കുഴികളിൽ വീണ് ഇരുചക്ര വാഹനക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവമാണ്. ഈ ശോചനീയാവസ്ഥ ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുകയാണ്. പല ആൾക്കാരും വന്ന് ഇവിടെ മറിഞ്ഞു വീണിട്ട് അവരെയൊക്കെ രക്ഷപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ചെറുകോൽ മുക്ക് മുതൽ ശാസ്താംപടി വരെ 2 കിലോമീറ്ററാണ് ഈ റോഡ്. അത് 3/4 ഭാഗവും പൊളിഞ്ഞ് നശിച്ചു കിടക്കുക. മഴക്കാലമെത്തിയതോടെ യാത്രാ ദുരിതം ഇരട്ടിയായി. സ്കൂൾ തുറക്കുന്നതോടെ തിരുവല്ല മുതൽ ഹരിപ്പാട് വരെയുള്ള പ്രധാന സ്കൂളുകളിലെ 15ഓളം ബസ്സുകൾ ഈ റോഡിലൂടെ കടന്നുപോകും എന്നതിനാൽ അപകട സാധ്യത ഏറുകയാണ്. PWD റോഡിലെടുത്തു 39 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ മന്ത്രിസഭയുടെ കഴിഞ്ഞ സർക്കാരിൻ്റെ ഒരു അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അതിന് ശേഷം മേൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും നാട്ടുകാർ വളരെയേറെ പരിതാരകരമായ ഒരവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്. പലരും അപകടം ഉണ്ടായി വീഴുകയും പലരും പല ആശുപത്രി കേസുകളും ഉണ്ടായിട്ടുണ്ട്. ചെന്നിത്തല തൃപ്പരുന്തുറ ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ 9, 14 വാർഡുകളിലൂടെ കടന്നുപോകുന്ന പ്രധാന പാതയിലെ ദുരിതയാത്രയ്ക്കെതിരെ നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധം നടത്തിയും സ്ഥലം MLAയും മുൻ മന്ത്രിയുമായ സജി ചെറിയാന് നിവേദനങ്ങൾ നൽകുകയും ചെയ്തിട്ടും തുടർ നടപടിയുണ്ടായിട്ടില്ല. ചെന്നിത്തല തൃപ്പരന്തുറ ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ 9, 14 വാർഡുകളിലൂടെ കടന്നുപോകുന്ന പ്രധാന പാതയിലെ ദുരിതയാത്രയ്ക്കെതിരെ നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധം നടത്തുകയും സ്ഥലം MLAയും മുൻ മന്ത്രിയുമായ സജി ചെറിയാന് നിവേദനങ്ങൾ സമർപ്പിച്ചും റോഡ് നിർമ്മാണത്തിന് അനുമതി നേടിയെടുക്കുകയായിരുന്നു. വാർഡ് പുനർനിർണയത്തിന് മുമ്പ് 10, 11, 12, 13 വാർഡുകളിലൂടെയായിരുന്നു റോഡിന്റെ ഇരുവശവുമുള്ളത്. 2024-2025 വർഷം അനുവദിച്ച CFSE ഫണ്ടിൽ നിന്നും 10, 11, 12, 13 വാർഡുകൾക്കായി ലഭ്യമായ 3 ലക്ഷം രൂപ വീതം 12 ലക്ഷം രൂപ റോഡ് നിർമ്മാണത്തിനായി വിനിയോഗിക്കാൻ വാർഡ് മെമ്പർ ഒരുമിച്ച് തീരുമാനവും എടുത്തിരുന്നു. പിന്നീട് PWD ഈ റോഡ് ഏറ്റെടുത്ത് നിർമ്മിക്കുന്നതിനായി പഞ്ചായത്തിന്റെ അനുമതി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പിന് പഞ്ചായത്ത് റോഡ് വിട്ടു നൽകി. എന്നാൽ 39,10,000 രൂപയ്ക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ടെൻഡർ ചെയ്തെങ്കിലും അപ്രൂവൽ ലഭിക്കാത്തത് നിർമ്മാണത്തിന് തടസ്സമായിരിക്കുകയാണ്. CDNet ന്യൂസ്, മാന്നാർ.